യസ്യാഹം അനുഗ്രണാമി ഹരിഷ്യേ തദ്ധനം ശനൈഃ തതോത്ഥനം ത്യജന്തസ്യ സ്വജനാ ദുഃഖദുഃഖിതം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, ഞാൻ ആരെയാണോ അനുഗ്രഹിക്കുന്നത് അവരുടെ ധനമെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാക്കുകയാണ്. അതുകൂടാതെ ഇതില്ലാതാവുമ്പോൾ അവരുടെ സ്വജനങ്ങളെല്ലാം പതുക്കെ പതുക്കെ അങ്ങ് ദൂരെ പോയിക്കോളും, അവരെ കൈവെടിയുന്നതായിരിക്കും. അത് ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം വരികയാണ് എന്നതുപോലെ. അതായത് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരവസ്ഥയാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും നമ്മളതുപോലെ തഴയാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും വീണ്ടും, അതായത് ഭഗവാൻ പറയുന്നത് വീണ്ടും വീണ്ടും എന്നോട് അടുക്കാനാണ്. കാരണം ഈ ചക്രത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് എന്നെ പ്രാപിക്കാനായിട്ട്, എന്നിലേക്ക് വരാനായിട്ടാണ്. ഇത് ആരുടെയാണോ ആ ഒരു കർമ്മബന്ധം അത്രയും ടഫായിട്ട് ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ സദാസമയവും ഭഗവാനെ ചിന്തിക്കുന്നത്, അതായത് ഭഗവാനോടും, അതായത് ആരുമില്ലാതാകുമ്പോൾ, നമ്മുടെ ശരീരത്തിന് വയ്യാതാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനോ ആഹാരം പാകം ചെയ്യാനോ ഒന്നും വയ്യാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാൾ ജോലിക്ക് പോവാതാവുകയാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ കഷ്ടങ്ങൾ വരുമ്പോൾ പതുക്കെ പതുക്കെ ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാർ ഇതുവരെ നിങ്ങളെ എന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അതായത് ആ ഒരു സ്വാർത്ഥ താല്പര്യം, ഇത്രയും കാലം ഈ ഒരു മനുഷ്യൻ്റെ സാലറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ അടുക്കളപ്പണിയൊക്കെ ചെയ്യുമായിരുന്നു, അതിനു വേണ്ടിയുള്ള ഒരു അടുപ്പമായിരുന്നുവെങ്കിൽ പതുക്കെ പതുക്കെ ഈ ആൾക്കാരൊക്കെ അകന്നു പോകുന്നതായിട്ട് കാണാം. കൊറോണ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായ അനുഭവങ്ങളെയും ഓർത്തു നോക്കിയാൽ മതി. അപ്പോൾ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെ ഇടയിൽ ഗ്രഹങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് വീട്ടുകാരെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടാകും, വിദേശത്തിരുന്നിട്ട് ഇദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും. അതായത് നിങ്ങളെ കൊണ്ട് ഉപയോഗം ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർക്ക് നിങ്ങളെ ആവശ്യമാണ്. പക്ഷെ നിങ്ങൾക്കൊരു അസുഖം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു, എന്തെങ്കിലും ഒരു തരത്തിൽ ഇനി അയാളുടെ പണം നമുക്ക് കിട്ടില്ലല്ലോ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഭഗവാനുമായിട്ട് അടുക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ആ രാഹുവിനും കേതുവിനും ഇടയിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ, ഇടവത്തിനും വൃശ്ചികത്തിനും ഇടയിലാണ് മറ്റു ഗ്രഹങ്ങളെല്ലാം ഇരിക്കുന്നത്. രാഹു ഇരിക്കുന്നത് ഇടവത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഡിറ്റാച്ച്മെൻറ്റ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പതുക്കെ പതുക്കെ ഈ ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രാഹു നിന്ന് പുറത്തേക്ക് വരികയാണ്, രാക്ഷസൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ചാടിയിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളിലും, കേതുവിൻ്റെ അടുത്തു നിന്ന് രാഹുവിലേക്ക് ആണ് ഗ്രഹങ്ങൾ ഇരിക്കുന്നതെങ്കിൽ രണ്ടവസ്ഥയിലും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഈ ചക്രത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെങ്കിൽ ഭഗവാൻ പറഞ്ഞതാണ്, ആരുടെ മേലാണോ ഞാൻ അനുഗ്രഹം ചൊരിയുന്നത് അവരെ ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഭഗവത് പ്രാപ്തി നേടിക്കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതിന് വേറൊരു അർത്ഥമില്ല. ഭക്തന്മാർക്കെല്ലാം കഷ്ടം തരും